നിറത്തിന്റെ പേരിൽ, അതായത് കറുത്ത നിറമുള്ള ഒരുതൻ, ഇപ്പോൾ ആ കുട്ടിയുടെ സ്വഭാവം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഇവർക്ക് അവരുടെ ഗ്യാങ്ങിലേക്ക് ഒരുപക്ഷെ ഇവനെ അടുപ്പിക്കാൻ പറ്റാത്തിരിക്കുന്ന ഒരു സാഹചര്യം, അവനെ നികൃഷ്ടജീവിയായിട്ട് കാണുക, അവനെ കൊണ്ട് ക്ലോസറ്റിലേക്ക് പിടിച്ചു വെച്ചിട്ട്, അതായത് സ്കൂളിലെ ക്ലോസറ്റിലേക്ക് മുഖം പിടിച്ചു വെച്ചിട്ട് ഫ്ലഷ് ചെയ്യുക, ക്ലോസറ്റിൽ നക്കിക്കുക. അതായത് പണ്ട് കാലത്ത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, ജാതിയിൽ താഴ്ന്ന ആളുകൾ നായർ തറവാടുകളിലും നമ്പൂതിരി തറവാടുകളിലും ഒക്കെ പണിക്ക് ചെന്ന് കഴിഞ്ഞാൽ പുറത്ത് കുഴി കുത്തി അതിൽ കഞ്ഞി കൊടുക്കും എന്ന് കേട്ടിട്ടുണ്ട്. അതിനേക്കാൾ എത്രയോ ക്രൂരമായ അവസ്ഥയാണ്. അന്നും ഈ വിദ്യാലയങ്ങളിലും സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്നിടത്തൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ആരെങ്കിലും ജാതി നോക്കിയിട്ടോ അവന്റെ മതം നോക്കിയിട്ടോ അവന്റെ നിറം നോക്കിയിട്ടോ അവന്റെ കുലം നോക്കിയിട്ടോ ഒന്നും അല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളൊക്കെ പഠിച്ചു വന്നത് സർക്കാർ സ്കൂളിലും പിന്നീട് ഈ പറയപ്പെടുന്ന, അത് കഴിഞ്ഞ് ഞാൻ ആദ്യം ജോലി ചെയ്യുന്ന ഒരു CBSE സ്കൂൾ, അവിടെയൊക്കെ ഉണ്ടായിരുന്നൊരു സൗഹൃദമുണ്ട്. അതൊരു നിറത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വൈയായികയുടെ പേരിലോ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിന്റെ പേരിലോ ഒന്നും ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അതും 2025 ഈ വിഷയം നടക്കുന്നതെന്നാണ്. അതെ, അതായത് ഈ ജാതിയില്ല, മതമില്ല, പ്രബുദ്ധ കേരളം എന്നൊക്കെ അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന, സർക്കാരിനെ കുറ്റം പറയാനൊന്നുമില്ല ഇതിനകത്ത്. ഇത് സംഭവിച്ചിരിക്കുന്ന ഒരു മാനേജ്മെന്റ് സ്കൂളിലാണ്. ആ സ്കൂളിനകത്ത് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്.